ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ 2 എപ്പിസോഡിൽ നമ്മൾ കണ്ടേക്കുന്ന സാരി ഡിസ്പ്ലേസ് ആണ്. അത് പല രീതിയിലുള്ള സാരി മെറ്റീരിയൽസ് ആയിരുന്നു. ചെക്ക് കോട്ടയുണ്ട്, സിൽക്കി കോട്ടയുണ്ട്, ചെക്ക് സിൽക്കി കോട്ടൺ സാരീസ് ഉണ്ടായിരുന്നു. അതിലൊക്കെ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എംബ്രോയ്ഡറി ഡിസൈൻസ് ആണ് കണ്ടത്. അപ്പോൾ ഈ രണ്ട് വീഡിയോസിലും കുറേ നല്ല അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ മേളിൽ കാർഡിലും വരുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് കയറി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും ഡിസൈനിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എവിടേക്കാണ് വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിലത്തെ ഡിസൈൻ എൻ്റെ ബ്ലൂ പ്രിന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ഡിസൈനിങ്ങിൻ്റെയും ബ്ലൂ പ്രിന്റ് ഞാൻ ആ വീഡിയോയുടെ അവസാനം ഇട്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ കഴിഞ്ഞ 2 എപ്പിസോഡിൽ കണ്ട പോലെ തന്നെ ഒരു സാരിയിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് ഇന്നും കാണിക്കുന്നത്. പക്ഷെ ഞാൻ ഇന്നത്തെ സാരിയിൽ ഞാൻ ഡിസൈനിങ് അത് വർക്ക് ചെയ്യണത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കുന്നത്. അത് ഫുൾ സാരി ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു ഡിസൈനാണ്. നമ്മൾ എല്ലാവരും നേരത്തെ പഠിച്ചിരിക്കുന്ന ഡിസൈനിങ് തന്നെ എന്ന് വെച്ചാൽ സ്റ്റിച്ചസ് തന്നെ യൂസ് ചെയ്ത് എങ്ങനെയാണ് ഒരു പുതിയ ഒരു ലുക്ക്, നമ്മൾ സാധാരണ ബൂളിയൻ നോട്ടൊക്കെ വെച്ച് ചെയ്യുന്ന ഡിസൈനിങ് അല്ല, അതിന് കുറച്ചും കൂടി ഒരു പുതിയ ഇന്നോവേറ്റീവ് ഒരു ലുക്ക് കിട്ടാനുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനു മുമ്പ് ഞാൻ ചെയ്തിരിക്കുന്ന വർക്കിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഞാൻ 3 പൂവ് ഞാൻ തയ്ച്ചു കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കിത്തെ ഫ്ലവേഴ്സ് തയ്ക്കണം. അപ്പം അതിൻ്റെ എങ്ങനെയാണ് ഇരിക്കുന്നത്, ആ 3 ഫ്ലവേഴ്സ് തയ്ച്ചു കഴിഞ്ഞ് സാരിയിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ആദ്യം കണ്ടു നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് അത് തയ്ക്കേണ്ടത് എന്നുള്ളതും കാണാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇത് ഡിസൈനിങ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ. വൈറ്റ് ചെക്കോട്ടയിൽ നല്ല കളർ കോമ്പിനേഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ഒലീവ് ഗ്രീനും ഒരു ലൈറ്റ് മെറൂൺ കളറും നടുക്ക് ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന സ്റ്റെം തയ്ച്ചേക്കുന്ന ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ്. ലീവ്സ് സാറ്റിൻ സ്റ്റിച്ചാണ് തയ്ച്ചിരിക്കുന്നത്. ഫ്ലവേഴ്സിൻ്റെ അകത്ത് നടുക്ക് വൂവൻ റോസ് സ്റ്റിച്ചും ചുറ്റും ബൂളിയൻ നോട്ടുമാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 4 ഡിഫറെൻറ്റ് സ്റ്റിച്ചസ് ആണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ ഇതിന് മുമ്പ് ഈ സ്റ്റിച്ചസ് എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മെത്തേഡ് കുറച്ച് വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മളിപ്പോൾ ഒരു വളരെ ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ് ഇന്ന് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. 3 ഫ്ലവേഴ്സ്, 4 ലീവ്സ്, പിന്നെ കുറച്ച് തണ്ടുകളും ആണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന 3 കളേഴ്സാണ്. ലീവ്സിന് 1, ഫ്ലവേഴ്സിന് 2 കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലീഫിന് തയ്ക്കുന്ന മിക്കവാറും ഞാൻ എടുക്കുന്ന ഒരു കളർ തന്നെയാണ്, ലീവ്സിന് യൂസ് ചെയ്യുന്ന കളർ തന്നെയാണ്. 281 ആണ് ആങ്കർ കോഡ്. പിന്നെ ഫ്ലവറിൻ്റെ നടുക്ക് തയ്ക്കുന്നത് 108 ആണ് കളർ കോഡ്. പിന്നെ ഫ്ലവറിൻ്റെ പെറ്റൽസിന് തയ്ക്കുന്നത് 69 ആണ് കളർ കോഡ്. ഈ 3 കളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും 6 സ്ട്രാൻഡ്സും സ്റ്റെംസും ലീവ്സും എല്ലാം തയ്ക്കുന്നത് 3 സ്ട്രാൻഡ്സും വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ബൂളിയൻ നോട്ട്, ഫ്രഞ്ച് നോട്ടൊക്കെ തയ്ക്കാൻ നേരത്ത് ഏത് സ്റ്റിച്ചാണ് ആദ്യം ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ വലിച്ചെടുക്കാൻ നേരത്ത് ബുദ്ധിമുട്ടുണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ ഇനി പിന്നെ ബൂളിയൻ നോട്ട് തയ്ച്ചു കഴിഞ്ഞിട്ട് സ്റ്റെം സ്റ്റിച്ച് തയ്ക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ആ ബൂളിയൻ നോട്ടിൽ നൂലിൽ ഉടക്കും. അതുകൊണ്ട് ആദ്യം തന്നെ സ്റ്റെമ്മും ലീഫും തയ്ച്ചു കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കണം ഫ്ലവേഴ്സ് തയ്ക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ സ്റ്റെമ്മാണ് തയ്ക്കുന്നത്, അത് കഴിഞ്ഞ് ലീവ്സ്, അത് കഴിഞ്ഞിട്ട് ഫ്ലവർ. അപ്പോൾ സ്റ്റെം തയ്ക്കാനായിട്ട് ഞാനിവിടെ 3 സ്ട്രാൻഡ്സ് ഗ്രീൻ കളർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഫ്ലൈ സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് നീളത്തിൽ ഒരു ലൈൻ തയ്ക്കുവാണ്. കുറച്ച് നീളത്തിൽ തന്നെ തയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഒത്തിരി അടുപ്പിച്ചല്ല ഫ്ലൈ സ്റ്റിച്ച് ഞാൻ തയ്ക്കുന്നത്, അകത്തിയാണ് തയ്ക്കുന്നത്. അപ്പോൾ ഇതിന് ഇവിടെ നിന്ന് ഒരു സൈഡിൽ നിന്ന് എടുക്കുക, മറ്റേ സൈഡിൽ ആ സെയിം ലെവലിൽ തന്നെ എടുക്കുക. ഇപ്പോൾ നമ്മൾ തയ്ച്ചതിൻ്റെ ആ പോയിന്റിൽ തന്നെ നമ്മളിപ്പോൾ എവിടെ താത്തി ആ ലൈൻ തയ്ക്കാൻ എവിടെയാണ് നിർത്തിയ അവിടെ തന്നെ നമ്മൾ നീഡിലെടുക്കുന്നു. നീഡിലെ താഴത്തേക്കുള്ള ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ ഫ്ലൈ സ്റ്റിച്ച് പിന്നെ നമ്മൾ താത്താൻ നേരത്ത് വേണമെങ്കിൽ തൊട്ടടുപ്പിച്ചാണെങ്കിൽ, ലീഫൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ അടുപ്പിച്ച് ഫില്ല് ചെയ്യണമെങ്കിൽ തൊട്ടടുത്ത് കൊണ്ടുവന്ന് താത്തും. ഇതിപ്പം അകത്തിയാണ് ഞാൻ തയ്ക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് അകത്തിയാണ്, താഴത്തോട്ട് മാറ്റിയാണ് കുത്തുന്നത്. അപ്പോൾ അത് അടുപ്പിച്ച് വേണമെങ്കിൽ അടുപ്പിച്ച് നമുക്ക് തയ്ക്കാം, അകത്തി വേണമെങ്കിൽ അകത്തി തയ്ക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ഞാൻ അകത്തിയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ തയ്ക്കുമ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ താത്തീൻ്റെ ആ സെയിം ഹോളിൽ കൂടെ തന്നെ എടുക്കാൻ നീഡിൽ പാസ് ചെയ്യാം.
അങ്ങനെ അകത്തി നമുക്ക് ഈ സ്റ്റെം തയ്ച്ചെടുക്കാം. സ്റ്റെംസ് എല്ലാം ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ തയ്ക്കുന്നത്, ഫ്ലൈ സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. പിന്നെ വന്നിട്ട് ലീവ്സ്. അപ്പോൾ നമുക്ക് ഇതുവരെ തന്നെ ബാക്കിയുള്ളത് ഇവിടെയുണ്ട് സ്റ്റെംസ്. അപ്പോൾ അതും ഫ്ലൈ സ്റ്റിച്ച് വെച്ച് തന്നെ സ്റ്റെം തയ്ക്കണേ. ഇനി നമുക്ക് ലീഫ് എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് കണ്ടു നോക്കാം. ഇനി നമുക്ക് ഈ ഒരു ലീഫ് തയ്ക്കുന്നതാണ് കാണേണ്ടത്. ലീഫിൻ്റെ നടുക്കേ കൂടെ ഞാൻ ലൈൻ വരച്ചിട്ടില്ല. ലൈൻ വരച്ചാൽ നല്ലത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ 2 വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഞാൻ വരച്ചിട്ടില്ല. അപ്പം എനിക്ക് അറിയില്ലാത്തവർക്ക് പാർട്ടീഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതങ്ങനെ വരച്ചിട്ട് തയ്ക്കുന്നതായിരിക്കും ബുദ്ധിമുട്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ആദ്യം തന്നെ നമ്മൾ തയ്ക്കുക. ഇത് നമുക്ക് ഫ്ലൈ സ്റ്റിച്ചിനേക്കാളും നല്ലത് സാറ്റിൻ സ്റ്റിച്ച്, അതല്ല എന്നുണ്ടെങ്കിൽ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ചിട്ടൊക്കെ ലീഫ് ഫില്ല് ചെയ്താൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ചുമ്മാ സാറ്റിൻ സ്റ്റിച്ച് പോലെയാണ് ആദ്യം ടിപ്പ് മാത്രം ഫിഷ് ബോൺ തയ്ക്കുന്ന മാതിരി തയ്ച്ചിട്ട് ബാക്കി ഉള്ള പോർഷൻസ് എല്ലാം സാറ്റിൻ സ്റ്റിച്ച് നമ്മൾ കുത്തിത്താത്തുക. അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെയാണ് ഡയഗ്രാം എങ്ങനെയാണെന്ന് വെച്ചാൽ ആ പിക്ചറിൻ്റെ മേളിൽ കൂടെ തന്നെ കുത്തിയിട്ട് ആ ഒരു പോയിന്റിൽ തന്നെ കുത്തിയെടുത്തിട്ട് സെൻറ്ററിലോട്ട് താത്തുക. അതാണ് ലൈൻ. അപ്പോൾ വരച്ചാൽ കുറച്ചും കൂടെ എളുപ്പമാകും. രണ്ടും ഈക്വൽ ഇതായിട്ട് വന്നോളും. അപ്പോൾ ഒരു സൈഡ് കഴിയുമ്പോൾ അപ്പുറത്തെ സൈഡിൽ ഇതുവരെ തന്നെ ഫില്ല് ചെയ്യുക. ഇതും 3 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് തയ്ക്കുന്നത്. എല്ലാം കുഞ്ഞ് ഡിസൈൻ ആയതുകൊണ്ട് ഒത്തിരി 6 സ്ട്രാൻഡ്സ് ലീവ്സിനും എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒത്തിരി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഓൾറെഡി ഫ്ലവർ നമ്മൾ ബൂളിയൻ നോട്ടാണ് തയ്ക്കുന്നത്. അപ്പം അത് നല്ലോണം പ്രൊജക്റ്റ് ചെയ്താണ് നിൽക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ലീഫും കൂടെ ഒത്തിരി പ്രൊജക്ഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ ലീഫ് 6 സ്ട്രാൻഡ്സ് എടുക്കണ്ട. ഇതുവരെ 3 സ്ട്രാൻഡ്സ് വല്ലതും എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ലീഫ് തയ്ക്കേണ്ടത്. അതിപ്പോൾ ഈ ഒരു സ്റ്റിച്ച് തന്നെ വേണമെന്നില്ല. ഈ ലീവ്സൊക്കെ തയ്ക്കാൻ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ചിട്ട്, എന്ന് വെച്ചാൽ ഇവിടുന്ന് പുറത്തോട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച്, ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ ചെയ്യാം. ലേസി വെച്ചിട്ട് ഈ ലീഫ് ഫില്ല് ചെയ്യാം. ഏത് സ്റ്റിച്ച് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ ലീഫും തയ്ച്ചു, ഇതുപോലത്തെ ബാക്കിയത്തെ ലീവ്സും തയ്ക്കുക. ഇനി തയ്ക്കേണ്ടത് ഫ്ലവർ എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് നമുക്കിനി കാണാം. അപ്പോൾ ഫ്ലവർ തയ്ക്കാൻ പോകുന്നതിന് മുമ്പേ എനിക്കൊരു കാര്യം കാണിക്കാനുണ്ട്. ഈ ഫ്ലവറിൻ്റെ പാറ്റേൺ ഞാൻ സാരിയിൽ വരച്ചിരിക്കുന്ന സ്മോൾ ഡിസൈൻ. അപ്പോൾ നമുക്ക് സാരിയിൽ തയ്ച്ച് കാണുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ ഫ്ലവർ തയ്ക്കാൻ പോകുന്നതിന് മുമ്പേ എനിക്കൊരു കാര്യം പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ സാരിയിൽ ഞാൻ വരച്ചേക്കുന്ന കുഞ്ഞ് സർക്കിൾ. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് തയ്ക്കുമ്പം കണ്ടാൽ ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരും. അതുകൊണ്ടാണ് ഞാൻ വരച്ചു കാണിക്കുന്നത്. അപ്പോൾ ഒരു വലിയ സർക്കിൾ ഞാൻ വരയ്ക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സർക്കിളിനെ നമ്മൾ 3 ആയിട്ടിങ്ങനെ ലെഗ്സ് വരയ്ക്കുകയാണ്. 3 ലൈൻസ് ഇതുവരെ. ആദ്യം ഇത് 3 തയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഫില്ല് ചെയ്യും. ഈ ലെഗ്സ് ഫില്ല് ചെയ്യും. നമ്മുടെ വൂവൻ റോസ് നമ്മൾ ഫില്ല് ചെയ്യുന്ന പോലെ നമ്മൾ ഇത് ഫില്ല് ചെയ്യും. ആ സ്റ്റിച്ച് യൂസ് ചെയ്ത് ഇത് ഫില്ല് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബൂളിയൻ നോട്ട് എടുക്കുന്നത്. ബൂളിയൻ നോട്ട് ഇത് തയ്ച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറത്താണ്. ആ സർക്കിളിൻ്റെ നമ്മൾ കൃത്യം ഇവിടുന്ന് ഈ ഒരു ഡയറക്ഷനിലോട്ട് എടുക്കും നീഡിൽ. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുക്കും, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്. നമ്മൾ മിറർ സ്റ്റിച്ചൊക്കെ ചെയ്യാൻ നേരത്ത് ഫസ്റ്റത്തെ ഏറ്റവും പുറത്തത്തെ ഫ്രെയിം വർക്കിന് വേണ്ടിയിട്ടുള്ള ഫ്രെയിം തയ്ക്കാനായിട്ട് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുമാതിരി തന്നെ ഒരു ഡയമണ്ട് ഷേപ്പിൽ നമ്മൾ തയ്ക്കുന്നത്. ബുളിയൻ നോട്ട് അങ്ങനെയാണ് നമ്മൾ തയ്ക്കുന്നത്. പെറ്റൽ 4 പെറ്റൽ തയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് തയ്ച്ചു കാണാം. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒന്നും മനസ്സിലായി കാണുമല്ലോ. ഇനി തയ്ച്ചും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും.
അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആ ലൈറ്റ് പർപ്പിൾ കളർ അല്ലെങ്കിൽ ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് ത്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കുഞ്ഞ് സർക്കിളിനെയാണ് ഞാൻ പാർട്ടീഷൻ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 3 ലൈൻസാണ് ആദ്യം നമുക്ക് തയ്ക്കേണ്ടത്. അപ്പോൾ ഇത് 3ആയിട്ട് നമ്മൾ തയ്ക്കാൻ പോവുകയാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് 3 ലെഗ്സ് തയ്ക്കണം എന്നേ ഉള്ളൂ. അതിപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല, 3 വരയ്ക്കുക. ഇപ്പോൾ 3 പകരം നിങ്ങൾ 5 തയ്ച്ചെന്ന് വെച്ചാൽ കുഴപ്പമില്ല. അത് കുഞ്ഞ് സർക്കിൾ ആയതുകൊണ്ട് ഞാൻ 3 ഇതാക്കിയിട്ടുള്ളൂ. 5 വേണമെങ്കിൽ 5 കുഴപ്പമില്ല. എന്നിട്ട് ആ സെൻറ്ററിൽ നിന്ന് തന്നെ എടുക്കുക. എന്നിട്ട് ഒരു ലെഗിൻ്റെ മേളിൽ കൂടെ ഒരു ലെഗിൻ്റെ താഴത്തേക്കൂടെ അങ്ങനെ തയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ മേളിൽ കൂടെ ഇതിൻ്റെ താഴത്തേക്കൂടെ സെക്കൻഡ് വണ്ണിൻ്റെ താഴത്തേക്കൂടെ തേർഡ് വണ്ണിൻ്റെ മേളിൽ കൂടെ പിന്നെ പോകുമ്പം ഒത്തിരി വലിക്കരുത്, അങ്ങനെ കുഞ്ഞതായി വരും. അപ്പോൾ ഒത്തിരി വലിക്കാൻ പാടില്ല, ഇങ്ങനെ തന്നെ ഇരിക്കുക. അങ്ങനെ ഓൾട്ടർനേറ്റ് ലെഗ്സിൻ്റെ മേലിൽ കൂടെയും താഴത്തേക്കൂടെയൊക്കെ ആയിട്ട് നമ്മൾ എടുത്ത് ഇത് ഫില്ല് ചെയ്യുക. ഈ ലെഗ്സ് മുഴുവൻ ഫില്ല് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇത്ര മതി, എല്ലാം ഫില്ലായി. അപ്പോൾ ഇവിടെ നമ്മൾ വന്ന് നിർത്തുകയാണ്. ഒത്തിരി വലിച്ചാലുള്ള കുഴപ്പം അങ്ങനെയാണ്, മേളിൽ ആയിട്ട് വരും. ഇനി ഇവിടുന്ന് തന്നെ ഇങ്ങോട്ടേക്ക് 3 ഫ്ലവറും അടുപ്പിച്ചായതുകൊണ്ട് ഞാൻ അവിടുന്ന് തന്നെ താഴത്തേക്കൂടെ വലിക്കുകയാണ്. ഇതിൻ്റെ സെൻറ്ററും അതുപോലെ തന്നെ വലിക്കുക. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലോട്ട് വലിക്കുമ്പോൾ ഇവിടെ ഇത് കുഞ്ഞതായി തന്നെ കാണാം. നമ്മൾ വലിക്കുമ്പോഴേ അത് കുഞ്ഞതായി. അപ്പോൾ ഒത്തിരി വലിക്കാണ്ട് സൂക്ഷിക്കുക. വലിഞ്ഞ് വന്നാൽ തന്നെ നീഡിൽ വെച്ച് ഇതുപോലെ നേരെയാക്കുക. അപ്പോൾ ഈ 3 സെൻറ്റർ ഇതുപോലെ വലിച്ച് എടുത്ത് ചെയ്താൽ മതി. ഇതിൻ്റെ ഇടയിൽ പൂവിൻ്റെ പെറ്റൽസ് വരുമ്പം ഈ അടിയിൽ കൂടെ വലിച്ചേക്കുന്നത് കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് അടിയിൽ കൂടെ വലിക്കുന്നത്. അപ്പോൾ നമ്മൾ 3 ഫ്ലവറിൻ്റെ നടുക്കത്തെ പോർഷൻ നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ മറ്റേ കളർ ത്രെഡ് എടുത്തിട്ട് അതിൻ്റെയും 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്കൂടെ ബൂളിയൻ നോട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ബൂളിയൻ നോട്ട് ചെയ്യാൻ നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, ഒരു സർക്കിളിനെ നമ്മൾ ഗ്ലാസ് ഫ്രെയിം തയ്ക്കാൻ നേരത്തെ മിറർ ഫ്രെയിം തയ്ക്കാൻ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഡയമണ്ട് ഷേപ്പ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, അങ്ങനെ ഡയമണ്ട് ഷേപ്പിലാണ് നമ്മൾ ഈ പെറ്റൽ തയ്ക്കാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ നമ്മൾ എടുക്കുകയാണ് ഈ പോയിന്റിൽ നിന്ന്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ പോർഷനിൽ നിന്ന് മേലിൽ നമ്മൾ കുത്തിയെടുത്ത് എവിടെയാണോ അങ്ങോട്ടേക്ക് നീറ്റിൽ കൊണ്ടുപോകണം. എന്നിട്ട് നമ്മൾ ചുറ്റുന്നു കേട്ടോ. ചുറ്റുന്നത് ഒരു 20 വട്ടമാണ് ഞാനിവിടെ എടുക്കുന്നത്. നമ്മൾ 20 വട്ടം ചുറ്റി ഇനി നമ്മൾ വലിച്ചെടുക്കുകയാണ്. നല്ലോണം ടൈറ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു പാറ്റേൺ ഫ്ലവർ പാറ്റേൺ നല്ലോണം ടൈറ്റ് ചെയ്തിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മുടെ ഒരു പെറ്റലായി. ഇനി രണ്ടാമത്തെ പെറ്റൽ നമ്മൾ തയ്ക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ പെറ്റൽ നമ്മൾ എവിടെ നിന്നാണ് പറഞ്ഞത്? താഴത്തുനിന്ന്. ഇവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്, ഈ ഒരു പോയിന്റിൽ നിന്ന്. അപ്പോൾ ഈ പോയിന്റിലെടുക്കുക. എന്നിട്ട് ഇപ്പം നമ്മൾ തയ്ച്ചതിൻ്റെ ഇപ്പം നമ്മൾ റിങ് തയ്ച്ച് വെച്ചതിൻ്റെ അതിൻ്റെ പാതി വഴി ഇതിൻ്റെ ഹാഫ് പോയിന്റിൽ നിന്ന് ഇപ്പം നമ്മൾ എടുത്തോട്ട് കൊണ്ടുപോവുക. ഇങ്ങനെ എടുത്തിട്ട് വീണ്ടും 20 ടൈംസ് നമ്മൾ ചുറ്റുകയാണ്. ഇനി ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ഈ പോയിന്റിൽ നിന്ന് ഇപ്പം നമ്മൾ തയ്ച്ചതിൻ്റെ ഹാഫ് വേന്ന് അങ്ങോട്ടേക്ക് പോവുക.
ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഇത് ചെയ്യാൻ നേരത്തെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ പുറത്തുനിന്ന് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം ചെയ്തതിൻ്റെ പുറത്തുനിന്ന്, അതും ഹാഫ് വേ ആണേ, അതിൻ്റെ പുറമേ കൂടെ എടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഇപ്പം തയ്ച്ചതിൻ്റെ പകുതി വഴിക്കുന്ന അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടെ ഞാനൊരു 24 ടൈംസ് ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യൂട്ട് ഫ്ലവർ തയ്ച്ച് കഴിഞ്ഞാൽ ദേ ഇതുപോലെ ഇരിക്കും. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പോൾ കോൺട്രാസ്റ്റ് കളേഴ്സ് വേണമെങ്കിൽ ഇവിടെ ഞാൻ ലൈറ്റ് ഷെയ്ഡ് എടുത്തേക്കണം. ഭയങ്കര കോൺട്രാസ്റ്റ് കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കളേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതിപ്പം നമ്മൾ സാരി വാഷ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ അയൺ ചെയ്യാൻ നേരത്ത് ഈ പെറ്റൽസ് എങ്ങനെയാകുന്നു. പെറ്റൽസ് ചെയ്യാൻ നേരത്ത് പ്രസ് ചെയ്ത് തേക്കുന്നേക്കാളും ഭേദം, അയൺ ചെയ്യുന്നേക്കാളും ഭേദം സൈഡിൽ കൂടെ മാത്രം തേച്ച് പോകുന്നതാണ്. ഈ പെറ്റൽസിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ തേക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വാഷ് ചെയ്യുമ്പോൾ ഇത് പൊങ്ങി വന്നാലും കുഴപ്പമില്ല. അത് ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് തിരിച്ച് അങ്ങോട്ടേക്ക് ആക്കിയാൽ അത് അതുപടിയായിട്ട് ഇരുന്നോളും, കുഴപ്പമൊന്നും പറ്റത്തില്ല. അപ്പോൾ ആ ഒരു പ്രോബ്ലം ആർക്കും ഉണ്ടാകില്ല. ഇത് വാഷ് ചെയ്താൽ ചീത്തയായി പോവും എന്നുള്ളൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഫുള്ളും തയ്ച്ചു കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം നമ്മുടെ പാറ്റേൺ തയ്ച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിപ്പം നമ്മൾ തയ്ച്ചിരിക്കുന്ന ഒരു ചെക്കോട്ട സാരിയിലാണ്, വൈറ്റ് സാരിയിലാണ്. അപ്പോൾ ഇത് എന്താ കുഞ്ഞു ഫ്ലവർ ആണെങ്കിൽ ഇതിൻ്റെ എംപോസിങ്ങും ആ കളർ കോമ്പിനേഷനും എല്ലാം കൊണ്ടും നല്ല ഭംഗിയാണ്, നല്ല രസമായിട്ട് ഇരിക്കുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് ഈ ഒരു കുഞ്ഞു ഡിസൈൻ കാണുമ്പോൾ എല്ലാവരും ഓർക്കും ഇത് എന്ത് കുഞ്ഞു ഡിസൈനാണ്, പക്ഷെ തയ്ച്ചു കഴിയുമ്പോൾ കാണാനായിട്ട് നല്ലൊരു ലുക്കുണ്ട്. അപ്പോൾ നമ്മൾക്ക് അറിയാവുന്ന സ്റ്റിച്ചസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്തുള്ളൂ. അപ്പോൾ ആ അറിയാവുന്ന സ്റ്റിച്ചസ് പല രീതിയിൽ തയ്ച്ചാൽ പല നമുക്ക് ഡിഫറെൻറ്റ് പാറ്റേൺസും നല്ല ഭംഗിയിലുള്ള പാറ്റേൺസും ഡിസൈൻസൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ കളർ കോമ്പിനേഷൻസൊക്കെ ഓരോന്നും നല്ലതായിട്ട് വയ്ക്കുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ഓരോ ഹാൻഡ് എംബ്രോയ്ഡറി ഡിസൈൻസ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.